ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ള ടോപ്പിക്കാണ് ഇൻ്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്. ഇൻ്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാങ്കിങ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോർട്ട് ടേമിലേക്കുള്ള ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻ്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്രെഡിറ്റ് സെഗ്മെൻറ്റിലേക്ക് മാക്സിമം ലിക്വിഡിറ്റി ഉള്ള പോർട്ട്ഫോളിയോ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. അതുപോലെ തന്നെ ഇത് മെയിനായിട്ട് ഈ സ്കീംസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിനാണ് ഉള്ളത്, അവർക്ക് മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ സ്കീമിന് പീരീഡിൻ്റെ ലിമിറ്റ് ഉണ്ട്. അതായത് ഇതിൻ്റെ പീരീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 91 ഡേയ്സ് ആണ് മിനിമം, മാക്സിമം 180 ഡേയ്സ് ആണ്. അതുപോലെ തന്നെ ഈ പാർട്ടിസിപ്പേഷൻ രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന് വിത്ത് റിസ്ക്കും രണ്ടാമത്തത് വിത്തൗട്ട് റിസ്ക്കുമാണ്. വിത്തൗട്ട് റിസ്ക് ആണ് പാർട്ടിസിപ്പേഷൻ എങ്കിൽ 90 ഡേയ്സേ വരുള്ളൂ. അപ്പോൾ ഇതാണ് ഇൻ്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്. ഇനി നെക്സ്റ്റ് വണ്ണാണ് MMFS. MMFX എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ്. അപ്പം ഈ ഒരു MMFX എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മണി മാർക്കറ്റിലെ ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മെച്യൂർഡ് ആവാൻ മിനിമം വൺ ഇയർ, അതായത് ലെസ് ദാൻ 1 ഇയർ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഇത് ഹൈലി ലിക്വിഡ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇതിൻ്റെ ഈ മണി മാർക്കറ്റിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സെക്യൂരിറ്റീസിനും റിസ്ക് ഫ്രീ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മണി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇതൊരു എന്താ പറയുക സേഫസ്റ്റും അതേപോലെ തന്നെ സെക്യൂർഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇതിൽ തന്നെ പറയാനുള്ളത് ഈ ടൈപ്സ് ഓഫ് MMFS ആണ് പറയാനുള്ളത്. ഇതിനെക്കുറിച്ചിട്ട് കുറച്ചൊരു ഡീറ്റെയിൽ ഒരു 2-3 ടോപ്പിക്സ് ഇതിനെ കുറിച്ചിട്ട് തന്നെ വരുന്നത്. അപ്പോൾ നോക്കാം അതിൻ്റെ ടൈപ്സ്. നമുക്ക് 2 തരത്തിലുള്ള 2 ടൈപ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വണ്ണാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണ രീതിയിൽ ഗവൺമെൻറ്റും ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സും അതേപോലെ തന്നെ ബിസിനസ്, അതായത് ഇതിൽ ഈ ഒരുപാട് എമൗണ്ട് ഹ്യൂജ് സം ഓഫ് മണി എന്തായിരിക്കും ഇൻവെസ്റ്റഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് റീറ്റെയിൽ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്. ഈ റീറ്റെയിൽ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇതിൽ പാർക്കിംഗ് മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൽക്കാലികമായിരിക്കും, ടെമ്പററി ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഇതിൽ സാധാരണ രീതിയിൽ വരുന്നത് ട്രഷറി ബിൽസ്, ഷോർട്ട് ടേം ഡെബിറ്റ്സ്, ടാക്സ് ഫ്രീ ബോണ്ട്സ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ് സാധാരണ രീതിയിൽ ബാങ്ക്സും പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണല്ലോ കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മണി മാർക്കറ്റിൻ്റെ ഡെപ്പോസിറ്റ് അക്കൗണ്ട്സും പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഡെപ്പോസിറ്റ് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് 3-4 കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതായത് ഇതിൻ്റെ ലിമിറ്റ് നമുക്ക് ഫസ്റ്റ് നോക്കാം. ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു MMF സ്കീം നമ്മൾ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് എക്സീഡ് 2% ഓഫ് ദ സ്പോൺസറിങ് ബാങ്ക്സ്. അതായത് നമ്മൾ സ്പോൺസർ ചെയ്യുന്ന ബാങ്കിനെ 2%-നേക്കാളും എക്സീഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അതിൻ്റെ ലിമിറ്റ് ലെസ് ദാൻ 50 crore ഫോർ എനി ബാങ്ക്. ഏതൊരു ബാങ്ക് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ലിമിറ്റ് 50 crores-നേക്കാളും കുറവായിരിക്കണം. അടുത്തത് ഇതിൻ്റെ എലിജിബിലിറ്റിയാണ് വരുന്നത്. ഇത് എലിജിബിൾ ആയിട്ടുള്ളത് NRIസിനാണ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ ഗ്യാരണ്ടിയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലോക്കിൻ പീരീഡ് എന്ന് പറയുന്നത് 46 ഡേയ്സ് ആണ് മിനിമം വരുന്നത്. പിന്നെ നിങ്ങൾ അറിയേണ്ടത് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ലിമിറ്റ്സ് ആണ്. ഫിൽ ഇൻ ദ പ്ലാൻസ് ചോദിക്കുകയാണെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ട്രഷറി ബിൽസിൻ്റെത് പറയുന്നത് മിനിമം 25 ഡേയ്സ് ആണ്. കോൾ അല്ലെങ്കിൽ നോട്ടീസ് മണി മിനിമം 30% ആണ്. ട്രഷറി ബിൽസ് ഞാൻ നേരത്തെ പറഞ്ഞത് മിനിമം 25% ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ കോൾ അല്ലെങ്കിൽ നോട്ടീസ് മണി മിനിമം 30%, കൊമേഴ്ഷ്യൽ ബാങ്ക് മാക്സിമം 15%. അതുപോലെ തന്നെ
കൊമേഴ്ഷ്യൽ ബിൽസ് പറയുന്നത് മാക്സിമം 20% ആണ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിന് പ്രത്യേകിച്ച് ലിമിറ്റ്സ് ഒന്നും തന്നെ പറയുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു MMFSൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. കൊളാട്രൽ ലോൺ മണി. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യുക, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ലോണ് കിട്ടി എന്നുള്ളതിന് പേപ്പർ എന്ത് ചെയ്യുക, കൊടുക്കുക. അതായത് ഇപ്പോൾ ഡീലേഴ്സിനും ബ്രോക്കേഴ്സും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ഡീലേഴ്സിനും ബ്രോക്കേഴ്സിനൊക്കെ എന്ത് ചെയ്യാണ്, നമുക്കൊരു കൊളാട്രലായിട്ട് മറ്റേ ഒരു സെക്യൂരിറ്റി ബേസിൽ എന്ത് ചെയ്യുക, നമ്മളൊരു പേപ്പർ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സെക്യൂരിറ്റി പേപ്പർ നമ്മൾ കൊടുക്കുക. അപ്പോൾ ബിസിനസ് ഫേമിനൊക്കെ പറയുകയാണെങ്കിൽ അവർ ഗുഡ്സിന് ഒരു സെക്യൂരിറ്റി ആയിട്ട് ഒരു കൊളാട്രൽ പേപ്പർ കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇങ്ങനെയൊക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്, ഒരു ഷോർട്ട് ടേം ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കൊളാട്രൽ ആയിട്ടുള്ള ഒരു ലോൺ മാർക്കറ്റ് ഉണ്ടാക്കുക. അതാണ് കൊളാട്രൽ ലോൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് റീപർച്ചേസ് എഗ്രിമെൻറ്റ്, അല്ലെങ്കിൽ ഈ റീപർച്ചേസ് എഗ്രിമെൻറ്റിൻ്റെ മറ്റൊരു പേരാണ് റെഡി ഫോർവേഡ് ട്രാൻസാക്ഷൻ. ഈ റെഡി ഫോർവേഡ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ റീപർച്ചേസ് എഗ്രിമെൻറ്റിന് നമ്മൾ റിപ്പോസ് എന്നും കൂടി പറയും. റീപോസ് അതും കൂടി പറയും. പിന്നെ അതെന്താണെന്നുള്ളത് നോക്കാം. അപ്പം ഈ റിപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് ശ്രദ്ധിക്കുക. രണ്ട് പാർട്ടീസ് തമ്മിൽ, അതായത് രണ്ട് പാർട്ടീസ് എന്ന് പറയുന്നത് ബയറും സെല്ലറും ആയിരിക്കും. ഈ രണ്ട് പാർട്ടീസ് തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണ്. ഈ എഗ്രിമെൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ഇയാളെ സെക്യൂരിറ്റി മറ്റൊരാൾക്ക് വിൽക്കും. എന്നിട്ട് അയാൾ അത് എന്ത് ചെയ്യും, വിറ്റതിൻ്റെ ശേഷം ആ വിറ്റ ആൾ അത് വാങ്ങുമല്ലോ, അതായത് മറ്റാൾക്ക് വിൽക്കാൻ മീൻസ് മറ്റാൾ പർച്ചേസ് ചെയ്തു. ആ പർച്ചേസ് ചെയ്ത സാധനം ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ മറ്റാൾക്ക് തന്നെ തിരിച്ചു വിൽക്കും. ഒരു ഫ്യൂച്ചറിൽ ഒരു ഡേറ്റ് പ്ലാൻ ചെയ്യും. എന്നിട്ട് ആ ഡേറ്റിന് തന്നെ ഈ വാങ്ങിയ സാധനം തിരിച്ച് റീസെയിൽ ചെയ്യുന്നുള്ള ഒരു എഗ്രിമെൻറ്റിൽ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു പ്രൈസ്, അതായത് മുൻകൂട്ടിയിട്ട് ഇതിൻ്റെ പ്രൈസും എല്ലാം നിശ്ചയിച്ചുകൊണ്ട് ഒരു സെക്യൂരിറ്റി നമ്മൾ വിൽക്കുകയും അത് വീണ്ടും റീപർച്ചേസ് ചെയ്യും എന്നുള്ള ഒരു എഗ്രിമെൻറ്റ്, സെയിം സെക്യൂരിറ്റി തന്നെയാണ് ഒരു എഗ്രിമെൻറ്റ്. അത് ഓൾറെഡി പ്രീ ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള പ്രൈസും അതേപോലെ തന്നെ പ്രീ ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള ഒരു ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു ഡേറ്റും ആയിരിക്കും അതിന് കണക്കാക്കുക. അതിനാണ് റിപ്പോസ് എന്ന് പറയുന്നത്. ഇനി റിപ്പോസിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. സർപ്ലസ് ക്യാഷിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് മണി മാർക്കറ്റ് റിട്ടേൺസ് ഉള്ള റിസ്ക് കുറയാനും അതിനുള്ള ഹെൽപ്ഫുള്ളായിരിക്കും. അതേപോലെ തന്നെ ബോറോവേഴ്സിന് ഫണ്ട് റേസ് ചെയ്യാനും, ബെറ്റർ റേറ്റ്സിൽ ഫണ്ട് റേസ് ചെയ്യാനും ഈസി ആയിരിക്കും. അതൊക്കെയാണ് ഇതിൻ്റെ യൂസസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് മണി മാർക്കറ്റ്. ക്യാപിറ്റലിൻ്റെ മണി മാർക്കറ്റിൻ്റെ ഡിഫറൻസ്. ആദ്യം നമ്മൾ ഫണ്ട് എടുക്കുകയാണെങ്കിൽ ഫണ്ടിൽ മണി മാർക്കറ്റ് എന്ന് പറയുകയാണെങ്കിലും ഷോർട്ട് ടേം ആയിരിക്കും, ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ് ലോങ് ടേം ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മണി മാർക്കറ്റാണ്. അടുത്ത നമ്മൾ ചാപ്റ്റർ ക്യാപിറ്റൽ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഡിഫറൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. പിന്നെ നീഡ് എന്ന് പറയുകയാണെങ്കിൽ മണി മാർക്കറ്റിൽ ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്സ് ആയിരിക്കും, ക്യാപിറ്റൽ മാർക്കറ്റിൽ ലോങ് ടേം റിക്വയർമെൻറ്റ്സ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ മണി മാർക്കറ്റിൽ യൂസ് ചെയ്യുന്നത് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, ട്രഷറി ബിൽസ്, ഷോർട്ട് ടേം ഗവൺമെൻറ് ബോണ്ട്സ് ഒക്കെയാണ്. ലോങ് ടേമിൽ പറയുമ്പോൾ ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, ബോണ്ട്സ്, ഡിബെഞ്ചേഴ്സ്, അതുപോലെ തന്നെ ചില ഗവൺമെൻറ്റിൻ്റെ ഡീൽസ്. അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുകയാണെങ്കിൽ സെൻട്രൽ ബാങ്കും കൊമേഴ്ഷ്യൽ ബാങ്കുമാണ് മണി മാർക്കറ്റിൽ മേജറായിട്ട് വരുന്നത്. ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്, ഇൻഷുറൻസ് കമ്പനീസ്, ഫിനാൻസ് ഹൗസസ് ഒക്കെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ റിലേഷൻ വിത്ത് സെൻട്രൽ ബാങ്കിൻ്റെ ഉള്ള റിലേഷനാണ് പറയുന്നത്. മണി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ ബാങ്കും അതുപോലെ തന്നെ എല്ലാ അതർ ബാങ്ക്സുകളും എന്താണ് മണി മാർക്കറ്റിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് ഫങ്ഷനിങ് ചെയ്യുന്നത് മണി മാർക്കറ്റിലൂടെയാണ്. അതുപോലെ തന്നെ അതിനൊരിക്കലും സെൻട്രൽ ബാങ്കുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ല. നോ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് സെൻട്രൽ ബാങ്ക്. നെക്സ്റ്റ് റെഗുലേഷൻ ഓഫ് മാർക്കറ്റ്.
കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുകയാണെങ്കിൽ ക്ലോസ്ലി റെഗുലേറ്റഡ് ആണ് മണി മാർക്കറ്റുമായിട്ട്. അത് പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത്ര തന്നെ റെഗുലേറ്റഡ് അല്ല. അപ്പോൾ മറ്റേതിൽ റെഗുലേറ്റഡ് ആണ്, ഇതിൽ നോട്ട് മച്ച് റെഗുലേറ്റഡ് എന്നാണ് പറയേണ്ടത്. നെക്സ്റ്റ് 7th വണ്ണാണ് ഡിഗ്രി ഓഫ് റിസ്ക്. മണി മാർക്കറ്റിൽ റിസ്ക് കുറവാണ്, ക്യാപിറ്റൽ മാർക്കറ്റിൽ റിസ്ക് കൂടുതലാണ്. നമുക്കറിയാം ക്യാപിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ലോങ് ടേം ആണ് എന്നുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം, കോമ്പണൻസ് ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ്. നമുക്കറിയാം മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഷോർട്ട് ടേം ഫണ്ട്സാണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു രാത്രി വരേക്കും വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വർഷം വരേക്കും നീണ്ടു നിൽക്കുന്നതാണ്. ഇന്നൊരു രാവിലെ വെച്ച് രാത്രി വരെ ആ ഒരു കുറഞ്ഞ സമയം മുതൽ ഒരു വർഷം വരേക്കും അത്രയും ഷോർട്ട് ടേമിലേക്ക് വരേക്കും ഫണ്ട്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഷോർട്ട് ടേം റിക്വയർമെൻ്റ് ആയിട്ടുള്ള ബാങ്കിൻ്റെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും അതുപോലെ തന്നെ ഫേംസിൻ്റെയും കമ്പനീസിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയൊക്കെ പല ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്സ് സാധിക്കാനും ഒരു പ്രത്യേക പങ്ക് തന്നെ ഈ ഷോർട്ട് ടേം മണി മാർക്കറ്റിന് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പോകാം. ഇന്ത്യൻ മണി മാർക്കറ്റിൻ്റെ കോമ്പണൻസിനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ഓർഗനൈസ്ഡ് മണി മാർക്കറ്റും മൂന്നായിട്ടാണ്. ഓർഗനൈസ്ഡ് മണി മാർക്കറ്റും അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റും സബ് മാർക്കറ്റുമായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൻ്റെ കുറച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിയും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും, അതിന് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും, ഒരു സിസ്റ്റമാറ്റിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും, ചില പ്രൊസീജിയേഴ്സും ഫിനാൻഷ്യൽ ഡീലിങ്സിലും ഉണ്ടായിരിക്കും. അപ്പോൾ അൺഓർഗനൈസ്ഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ സ്റ്റാൻഡേർഡ്സോ അല്ലെങ്കിൽ സിസ്റ്റംസോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇതിൽ മെയിനായിട്ട് വരുന്നത് ഇൻഡിജീനിയസ് ബാങ്ക്സും മണി ലെൻഡേഴ്സും, അതായത് ഈ പലിശക്ക് പൈസ കൊടുക്കുന്ന ആളുകൾ, ഈ മുത്തൂറ്റ് ഫിൻകോർപ്സ് അങ്ങനത്തെ അല്ലേ, അതിനൊക്കെയാണ് ഈ അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് NBFCs എന്നൊക്കെ പറയും, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയും. അടുത്ത മൂന്നാമത്താണ് സബ് മാർക്കറ്റ്. സബ് മാർക്കറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൾ മണി മാർക്കറ്റ്, ബിൽ മാർക്കറ്റിനൊക്കെയാണ് നമ്മൾ സബ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ്. സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് തരത്തിലാണ് സ്ട്രക്ചറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മളെ ഇന്ത്യൻ മണി മാർക്കറ്റിൽ എങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ആ കോമ്പണൻസ് തന്നെയാണ് പറയുന്നത്. ഫസ്റ്റ് വണ്ണാണ് അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൺഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും, പക്ഷേ എല്ലാ കൺട്രികളിലും ഒരേപോലെ ഉള്ള കണ്ടീഷൻസോ റൂൾസോ അങ്ങനെയൊന്നും ആവണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ പണ്ടത്തെ ചില ട്രഡീഷണൽ ലൈൻസ് ഒക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഇൻഡിജീനിയസ് ബാങ്കേഴ്സ്. ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇന്ത്യയിലൊക്കെ ഒരുപാട് ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലൊക്കെ മെർച്ചൻറ്റ് ബാങ്കേഴ്സിനെ നമ്മൾ അങ്ങനെ പറയാം. അതായത് ഒരു ബിസിനസ് മാന് അയാൾക്ക് സൈഡ് ബിസിനസ്സായിട്ട് ചെറിയൊരു ബാങ്കിങ് പരിപാടി ചെയ്യുക, ചെറിയ ഫാർമേഴ്സിന് ചെറിയ രീതിയിൽ ഇൻട്രസ്റ്റിൽ ചിലപ്പം ക്യാഷ് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുക. അത്തരത്തിലുള്ള ഒരു ബിസിനസ് മാൻ അയാൾക്ക് സൈഡ് ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് മണി ലെൻഡേഴ്സ്. മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഈ അൺഓർഗനൈസ്ഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു കോമ്പണൻ്റ് തന്നെയാണ് ഈ മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത്. മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നൊന്നും എന്ത് ചെയ്യില്ല, ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യില്ല. അവർ സാധാരണ എന്ത് ചെയ്യുക, ലോണ് കൊടുക്കുക, അങ്ങോട്ട് ഫണ്ട് കൊടുക്കുകയേ ചെയ്യുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യും, അവർ മാക്സിമം ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, ഈടാക്കും. അപ്പം അതായത് പലിശപ്പണക്കാരെന്നൊക്കെ പറയില്ല, ആ ഒരു കാറ്റഗറിനെ നമ്മൾ മണി ലെൻഡേഴ്സ് എന്ന് പറയുക. ജസ്റ്റ് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറയാണ്, രണ്ട് തരത്തിലുള്ള മണി ലെൻഡേഴ്സാണ് വരുന്നത്. റെസിഡൻറ്റ് മണി ലെൻഡേഴ്സും അതേപോലെ തന്നെ ഇറ്റിനറൻറ്റ് മണി ലെൻഡേഴ്സും.
പിന്നെ അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഡിഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിൽ ഒരെണ്ണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റൂറൽ പീപ്പിളിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇത് റിക്വയർമെൻറ്റ് ഉണ്ടാവത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കൺസപ്ഷനും അതേപോലെ തന്നെ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പേർപ്പസിനൊക്കെ വേണ്ടിയായിരിക്കും സാധാരണ രീതിയിൽ ഇവർ ലോൺസ് പ്രൊവൈഡ് ചെയ്യുക. അല്ലാതെ വലിയ ബിസിനസ് മേഖലകൾക്കൊന്നും ആയിരിക്കില്ല ഇവർ ലോൺസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സാധാരണ രീതിയിൽ ക്രോപ്സിന് എഗെയിൻസ്റ്റ് ആയിരിക്കും ഇവർ ചിലപ്പം ലോൺസൊക്കെ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ്. അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യണം, ഇവരെ ഇവരെ ഇപ്പോൾ വിളവൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ വിളവ് ഇപ്പോൾ കൃഷിയൊക്കെ നടത്തുന്ന ആളുകൾക്കൊക്കെയാണ് ഇൻട്രസ്റ്റിന് ക്യാഷ് കൊടുക്കുന്നെങ്കിൽ അവർക്ക് കിട്ടുന്നതിൻ്റെ പലിശയും കൊടുക്കേണ്ടി വരും. പിന്നെ അവർക്ക് കിട്ടുന്ന അരിൻ്റെ അല്ലെങ്കിൽ അവർ ഫാമേഴ്സ് എന്താണോ പ്രൊഡ്യൂസ് ചെയ്തത് അതിൻ്റെ ഒരു ഭാഗം അവർക്ക് കൊടുക്കുക. പണ്ടത്തെ ഒരു സിസ്റ്റം പോലെ അങ്ങനെയും ചില ആളുകൾ ഇത്തരത്തിലും ഈ ലോൺസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറാണ്. അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിൽ നമ്മൾ ഇതേപോലെ തന്നെ ഡിഫറെൻറ്റ് പാർട്ടീസാണ് വരുന്നത്.